വളരെ യാദൃശ്ചികമായിട്ട് കയ്യിൽ കിട്ടിയ റെസിപ്പിയാണിത്. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഒരു യൂണിക് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നമുക്കിതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുട്ടെടുത്ത തേങ്ങയാണ്. നന്നായിട്ട് ഫയർ റോസ്റ്റ് ചെയ്തെടുക്കണം. ആ തേങ്ങയുടെ സ്പെഷ്യൽ ഫ്ലേവർ വരണം. പിന്നെയുള്ളത് 3 മെയിൻ ഇൻഗ്രീഡിയൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. വറ്റൽമുളക്, ഫെനൽ സീഡ്സ്, പെപ്പർകോൺ. റോസ്റ്റ് ചെയ്യുമ്പോൾ പെരുംജീരകം ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. അതിൻ്റെ ഒരു ഗോൾഡൻ കളർ വരും. അതുവരെ ചെയ്യണം. അതിനുശേഷം നമ്മളതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ പേപ്പറിലേക്കോ മാറ്റിയതിന് ശേഷം തണുക്കണം. തണുത്തിട്ട് മുളക് സെപ്പറേറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണം ആക്ച്വലി. ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ക്രഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കോക്കനട്ടാണ് ഈ കാണുന്നത്. പിന്നെ ചില്ലി ക്രഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെപ്പറും ഫെനലും കൂടി കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടർമറിക്, പിന്നെ ഗരം മസാല. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് കഴിഞ്ഞാൽ കറി ലീവ്സ് ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചത് ഇടാം. അത് നമ്മൾ നല്ലോണം ഇളക്കി അതിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും ചേർക്കാം. ഇനി ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് മൊരിഞ്ഞ് നല്ല മണം വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ. അടുത്ത് നമ്മൾ പെപ്പർകോണും ഫെനലും ക്രഷ് ചെയ്ത് വെച്ച് ചേർക്കും. പിന്നെ നമ്മുടെ വറ്റൽമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു പച്ച കുത്തൊക്കെ മാറി കിട്ടണം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് വരെ നമുക്കതിനൊന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ചുട്ട തേങ്ങ, ക്രഷ് ചെയ്ത് വെച്ച ചുട്ട തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനൊരു 5 മിനിറ്റ് നേരം നമുക്ക് എടുക്കും അത് നല്ലോണം കുക്കായി വരാൻ. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഗരം മസാല ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ ചേർക്കാം. ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് ഞങ്ങൾ ലാസ്റ്റിൽ ടിപ്സിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തൂളി കൊടുത്ത് നമുക്കതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ റെസിപ്പിയുടെ ഐഡിയ തന്നത് ഞങ്ങളുടെ ഫ്രണ്ട് മിസ്റ്റർ ബാലയാണ്. വി ആർ വെരി മച്ച് താങ്ക്ഫുൾ ടു ഹിം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി. നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഡിഷ് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ആ ചുട്ട തേങ്ങയുടെ ഫ്ലേവർ നല്ലോണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ തുറന്ന് വെച്ച് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചുട്ട ചിക്കൻ റെഡി. നമ്മുടെ ഈ ഡിഷിന് വേണ്ടി ചിക്കൻ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ചിക്കൻ നോക്കി എടുക്കണം. ഒരു 800 to 1000 ഗ്രാം വരാൻ സൈസുള്ള ചിക്കൻ ക്ലീനിങ്ങിന് മുമ്പ്. അതിലേക്ക് ഫാറ്റ് ഉണ്ടാവരുത്. ചിക്കൻ്റെ മീറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെയാവുന്ന സമയത്ത്. അതുകൂടാതെ ഈ ചിക്കൻ കട്ട് ചെയ്തേക്കുന്നത് 12 ആയിട്ടാണ്. ഓൾമോസ്റ്റ് സെയിം സൈസ് പീസായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുക്കിംഗ് ഒരേപോലെ തന്നെ നടക്കും. പിന്നെ പ്രത്യേകിച്ചും ഇതിലധികം വെള്ളം ചേർക്കാത്തതുകൊണ്ടും ഡ്രൈ ചിക്കൻ ആയതുകൊണ്ടും അധികം ഹാർഡായിട്ടുള്ള ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഈ ഡിഷിൻ്റെ ക്രൂഷ്യൽ പാർട്ടാണ്. ഈ ചിക്കൻ നമ്മൾ 24 hours മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മോരാണ്. പച്ചമോര് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ തൈരിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു പീസ് ഗാർലിക് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിക്കൻ സോക്ക് ചെയ്ത് നമ്മളൊരു 24 hours ആണ് പ്രിഫറബിൾ. മിനിമം 12 hours എങ്കിലും വേണം. പിന്നെ മറക്കരുത്, കറിയിൽ ചേർക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ ചിക്കൻ വാഷ് ചെയ്യണം.
അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഡിഷ് ട്രൈ ചെയ്യുക. റിസൾട്ട് ഞങ്ങളെ അറിയിക്കുക. Please subscribe our channel and press the bell icon. Thank you for watching our video.